ഒരു പോരാട്ടം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുണ്ടായി. ജീവിതമാണ് ലഹരി എന്ന ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് പ്ലാൻ ചെയ്യുകയും നമ്മൾ വളരെ ഭംഗിയായിട്ടത് പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന നമ്മുടെ ഈ സമാപന സമ്മേളനവും അതുപോലെ തന്നെ സമ്മാനദാനവുമാണ് നടക്കുന്നത്. അതിലേക്ക് ഇവിടെ നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ടുള്ള എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ആദ്യമായി നമ്മൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ സംഘാടകയും അതുപോലെ തന്നെ 40ാം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീമതി മിനിമോളെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്ന് പരിപാടിയെ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ ഷൈജു കേളന്തറ, അദ്ദേഹം നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാന രചയിതാവും അതുപോലെ തന്നെ വൈൽഡ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കിന്നിവിടെ ഈ പരിപാടിയെ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എഡ്രാക്കിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് ഏട്ടനെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളോട് ഈ പ്രോഗ്രാമിന് ഒത്തുചേർന്ന് എല്ലാ പ്രോഗ്രാമിലും നമ്മളോടൊപ്പം വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ശ്രീ അലക്സ് ജോസഫിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രവുമല്ല നമ്മളുടെ ജിമ്മേറ്റ്സിന്റെ കൂട്ടായ്മയുടെ കാരണവർ, അതായത് ഇതിനെ എപ്പോഴും ഒന്നിച്ചിങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന കുഞ്ഞാളുകളെ എല്ലാം തെളിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന രീതിയിൽ തെളിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ കാരണവർ ശ്രീ ഐപ്പേട്ടനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളുടെ പരിപാടി ഭംഗിയാക്കാൻ നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ജിമ്മേറ്റ്സിലെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മളുടെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ നമുക്ക് ഇവിടെ വന്ന് അമ്പയറിംഗ് ചെയ്തു തന്നു, നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരെയും തന്നെ നമ്മൾ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ കൺവീനർ നമ്മളെ രംഗനാഥൻ, അദ്ദേഹത്തെ ഇതിനെക്കുറിച്ച് ആമുഖ പ്രസംഗത്തിനും ഒരു സ്വാഗതം ആശംസിക്കുന്നതിനും കൂടി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ആമുഖത്തിൽ സുരേഷ് പറഞ്ഞ മാതിരി നമ്മൾ ഈ ഒരു ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ് ലഹരിക്കെതിരെ നമുക്കൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചാൽ എന്താണെന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഒരു ടൂർണമെൻറ്റ് ജസ്റ്റ് ഞങ്ങളുടെ നമ്മുടെ ജിമ്മേറ്റ്സിൻ്റെ ഒരു ടൂർണമെൻറ്റ് നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള പ്രചോദനമാണ് ഈ രണ്ടാമത് ഈ ടൂർണമെൻ്റ് ഒരു നമുക്ക് 4 ഡിവിഷൻ്റെ ടൂർണമെൻ്റ് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് റെസ്പോൺസ് വളരെ കുറവായത് കാരണം അത് കൊച്ചി കോർപ്പറേഷൻ്റെ എല്ലാ ഡിവിഷനുകളിലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂർണമെൻ്റാക്കി മാറ്റുകയും അപ്പം നമ്മൾ ഫിക്സർ ചെയ്തിരുന്നത് 32 സീനിയർ ടീമിൽ വന്നിട്ട് ഗ്രൂപ്പ് നോക്കൗട്ട് അടിസ്ഥാനത്തിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മളുടെ എന്തോ ഓപ്പൺ കോട്ടായത് കാരണമായിരിക്കാം നമുക്ക് റെസ്പോൺസ് 18 ടീമുകളുടെ കിട്ടിയുള്ളൂ. സീനിയർ ടീമിൻ്റെയും പിന്നെ അതുപോലെ 4 ജൂനിയർ ടീമിൻ്റെയും മാത്രം റെസ്പോൺസ് കിട്ടി. അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയും ടൂർണമെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഇൻക്ലൂഡിങ് സാമ്പത്തിക സഹായവും എല്ലാം തന്നെ ചെയ്തു തന്നത് നമ്മളുടെ കൗൺസിലറാണ്, അഡ്വക്കേറ്റ് മിനിമോളാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആദ്യമായി നന്ദി പറയേണ്ടത് അദ്ദേഹത്തോടാണ്. ഈ ടൂർണമെൻറ്റിൽ നമ്മൾ 18 ടീം പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അതിൽ ഇന്നത്തെ വിന്നേഴ്സായിട്ട് വന്നിരിക്കുന്നത് അലൻ ജോർജ് ബിജു ടീമാണ്. അപ്പോൾ അവർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഋതുൽ അലൻ ടീമാണ്. അവരെ ഞാൻ ഈ സമ്മാനദാന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. 3ാമത് വന്നത് ജിനിൽ വിവേക് ടീമാണ് 3ാം സ്ഥാനത്തെത്തിയത്. അവരെയും ഈ സമ്മാനവേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ബാക്കി ഉള്ള പ്രൊസീഡിങ് നടക്കുന്നതിന് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എഡ്രാക്കിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ DG സുരേഷ്, ജിമ്മേറ്റ്സിൻ്റെ രക്ഷാധികാരി ഐപ്പേട്ടൻ, മുൻ കൗൺസിലർ അലക്സ്, ഏറെ പ്രിയപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓപ്പൺ ജിമ്മിലെയും ബാഡ്മിൻ്റൺ കോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ജിമ്മേറ്റ്സ് എന്ന കൂട്ടായ്മയിലെ ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ,
ശ്രീ സുരേഷ് അടക്കം, സലീം ബാബുച്ചക്കടക്കം, രംഗനടക്കം, അങ്ങനെ എന്നെ വിളിക്കണമെന്ന് കലേഷ് അടക്കമുള്ള ഏറെ പ്രിയപ്പെട്ടവർ, സനലടക്കമുള്ള ബഹുമാനികൾ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്നാണ് നമ്മൾ ഇത്തരത്തിലൊരു ടൂർണമെന്റ് പ്ലാൻ ചെയ്തത്. ആ പ്ലാനിങ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി ഇവിടെ ഇന്ന് ഒരു പര്യവസാനം ഉണ്ടാവുകയാണ്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ യുവാക്കളെ സ്പോർട്സുമായി കൂടുതൽ അടുപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് നമ്മൾ ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചതിലൂടെ നടത്താൻ ശ്രമിച്ചത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ നേരിടുന്നത് ലഹരി ഉപയോഗത്തിൻ്റെ അമിതമായ പ്രശ്നങ്ങളാണ്. നമ്മുടെ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അത്തരമൊരു രീതിയിലേക്ക് പോകുമ്പോൾ, ലഹരിയുടെ മാരകമായ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് അവരുടെ ഒരു ശ്രദ്ധ തിരിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് അവരെ എൻഗേജ്ഡ് ആക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മൾ ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ജീവിതം തന്നെയാണ് ലഹരി എന്ന ഒരു വലിയ ക്യാമ്പയിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഇവിടെ ഇന്ന് ഇത്തരമൊരു ചടങ്ങ് നമുക്കറിയാം, ഇത് സ്റ്റാർട്ട് ചെയ്തു, 18 ടീമിൻ്റെയും മത്സരം കഴിഞ്ഞു. ഇന്ന് ഇവിടെ വിജയികൾക്കുള്ള സമ്മാനം കൊടുക്കുന്ന ദിവസമാണ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ഷെഡ്യൂൾ പ്രകാരം മെയ് 1 നമ്മുടെ ലാസ്റ്റ് ഫൈനൽ മത്സരം പ്ലാൻ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നമ്മളിന്ന് മെയ് 1 ഇത് പൂർത്തീകരിച്ച് സമ്മാനം കൊടുക്കുകയാണ്. ഇത് തുടക്കമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാണ്. ഈ തുടക്കം പല മേഖലകളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ സമയമാണ്. ചെറിയ ചെറിയ അവരുടെ കളികളിലൂടെയൊക്കെ അവരെ ഈ സ്പോർട്സുമായും ആരോഗ്യ സംരക്ഷണത്തിലൂടെയൊക്കെ അവരുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടുവന്ന് അവരെ നമ്മളുടെ ഭാഗമായി കൂടെ നിർത്തുക എന്നൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചത്. ഇത് രാവിലെ 7 മണി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനരായ നമ്മുടെ ജനപ്രതിനിധികൾ, MP, MLA എല്ലാവരെയും നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രാവിലത്തെ സമയം എല്ലാവർക്കും കുറച്ച് തിരക്കുള്ള സമയമാണ്. അപ്പോഴാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ഷൈജു കേളന്തറയെ കുറിച്ച് ഞാൻ ക്ഷണിച്ചത്. ഏറെ സ്നേഹത്തോടു കൂടി നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഇത്തരമൊരു കാര്യത്തിൽ ഇതിൻ്റെ ഭാഗമാകാൻ ഏറെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷൈജു ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഷൈജുവിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഒരു ബഹുമുഖ പ്രതിഭയാണ് ഷൈജു. നമ്മളൊക്കെ മാതൃകയാക്കേണ്ട വ്യക്തിത്വം എന്ന് തന്നെ പറയണം. വീടിൻ്റെ ടെറസിൽ പച്ചക്കറി നടത്തി എനിക്ക് കൊണ്ട് പച്ചക്കറി ഒന്നും മേടിക്കാറില്ല. ഒരു വർഷങ്ങളായിട്ട് ഞാനവിടെ കൗൺസിലറായി ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ മുകളിൽ എല്ലാം ആടടക്കമുള്ള ഒരു മൾട്ടി ഇതിലായിട്ടുള്ള ഒരു കൃഷി സംവിധാനം ഷൈജു വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. നിരവധി അവാർഡുകൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഷൈജുവിന് ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയൊക്കെ എൻ്റെ മനസ്സിലെ ഷൈജുവിനുള്ളൊരു ബഹുമാനം എന്ന് പറയുന്നത്, നമ്മളൊക്കെ എപ്പോഴും മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു ക്രിസ്തീയ ഭക്തിഗാനം, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്നൊരു പാട്ട്. ആ പാട്ട് എഴുതിയത് ഷൈജു കേളന്തറയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു ബഹുമുഖ പ്രതിഭ, അതിനേക്കാളും ഉപരിയായിട്ട് പലപ്പോഴും നമ്മൾ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒക്കെ ഫ്രണ്ട് പേജിൽ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോഗ്രാഫി വരുമ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, അത് ഷൈജു കേളന്തറ എടുത്ത ഫോട്ടോ ആയിരിക്കാം, ആണ്, ആ പേരാണ് സഹിതമാണ് അടിച്ചു വരുന്നത്. അത്തരത്തിലെ എല്ലാ രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് എന്നാൽ വളരെ സൈലൻ്റുമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ പോകുന്ന ഒരു ആളാണ് ഷൈജു. നമ്മുടെ പാലാരിവട്ടം KSEB-യിൽ വർക്ക് ചെയ്യുകയാണ്. സീനിയർ സൂപ്രണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഡിവിഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ ഷൈജുവിൻ്റെ സേവനം നമ്മൾ ലഭ്യമാക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒരാളെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ വിളിക്കാമെന്ന് തീരുമാനിക്കുകയും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ DG സുരേഷിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിട്ടയർമെൻറ്റ് മുമ്പും റിട്ടയർമെൻറ്റ് ശേഷവും മുഴുവൻ സമയ പൊതുപ്രവർത്തനം എന്ന രീതിയിലാണ് DG വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡിവിഷനിൽ തന്നെയാണ് PJ ആൻഡ് റോഡിൽ താമസിക്കുന്നു.
എട്രാക്കിൻ്റെ വൈസ് പ്രസിഡന്റ്, പാലാരിവട്ടം മേഖല അസോസിയേഷനുകളുടെ പ്രസിഡൻ്റായിട്ടാണ് DG വർക്ക് ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അലക്സും നമ്മളുടെ പ്രവർത്തനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരമൊരു നമ്മുടേതായ ഒരു പരിപാടിയായിട്ട് ഇതിനെ സംഘടിപ്പിക്കാനാണ് ശ്രമിച്ചത്. വരും വർഷങ്ങളിൽ കൂടുതൽ കുറച്ച് നമ്മുടെ ജിമ്മുമായി ബന്ധപ്പെട്ട്, ഓപ്പൺ കോർട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡെവലപ്മെൻറ്റ്സും കൂടിയൊക്കെ നടക്കാനുണ്ട്. പൂർണ്ണമായ ഡെവലപ്മെൻറ്റ്സിനൊക്കെ ശേഷം വരും നാളുകളിലും നമ്മൾ ഇവിടെ നല്ല രീതിയിൽ ഇത്തരം ടൂർണമെൻറ്റുകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും തുടർന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന്, നമ്മുടെ സമാപന സെഷൻ്റെ ഉദ്ഘാടനവും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ഏറെ ബഹുമാനായ ഷൈജുവിനെ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീമതി VK മിനിമോൾ, ഉച്ചയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സാന്നിധ്യവും അതോടൊപ്പം പ്രസിഡന്റ് അസോസിയേഷൻ്റെ കൂട്ടായ്മയുടെ നായകനുമായ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ, മുൻ കൗൺസിലർ എന്നുള്ളതിനേക്കാളുപരി നാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അലക്സ്. നാം എപ്പോഴും പറയും, പ്രായമുള്ളവരാണ് വീടിൻ്റെ ഐശ്വര്യമെന്ന് നമ്മളെപ്പോഴും പറയാം. അപ്പം നിങ്ങളുടെ കൂട്ടായ്മയുടെ ഐശ്വര്യമായ പ്രിയപ്പെട്ട ഐപ്പേട്ടൻ, അതോടൊപ്പം ഈ ഒരു വലിയ സംഘത്തെ നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രീ രംഗൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. വൈകി ഉറങ്ങി വൈകി എഴുന്നേൽക്കുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തിൽ അതിരാവിലെ ഇത്രയും ആളുകളിലൂടെ എത്തിയെന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. വന്ന എല്ലാവർക്കും വ്യക്തിപരമായ ഒരു നന്ദി കൂടി ഞാൻ രേഖപ്പെടുത്തി. ഇതൊരു വലിയ സന്ദേശമാണ്. ഉറങ്ങുന്നത് വൈകി എഴുന്നേൽക്കുന്നത് വൈകിയായ ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. അതിലുപരി പ്രിയമുള്ളവരെ, നാം മനസ്സിൽ വിഗ്രഹങ്ങൾ പോലെ കൊണ്ടു നടക്കുന്ന പല മുഖങ്ങളും നിത്യേന വീണുടയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. നിത്യേന പത്രങ്ങളിൽ വീണ്ടുടയുന്ന വിഗ്രഹങ്ങളുടെ ചിത്രങ്ങളും വാർത്തകളും ചാനലുകളൊക്കെ മത്സരിച്ച് അത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ജീവിതത്തിൻ്റെ മറ്റെല്ലാ വിനോദങ്ങളെക്കാളും ഉപരിയുള്ള വിനോദം ലഹരിയാണ് എന്ന ഒരു ചെറു വിഭാഗം മനുഷ്യരെങ്കിലും വിശ്വസിക്കുന്ന ഒരു തലമുറയുടെ കാലത്താണ് ഇന്നിവിടെ ഈ കൊച്ചിടത്ത് ലോകത്തെ ഏറ്റവും വലിയ കായിക വിനോദത്തിൻ്റെ ഒരു ചെറു പതിപ്പ് അരങ്ങേറിയത് എന്നുള്ളത് ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതിലുപരി അതിൽ പങ്കാളിയാകുവാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യക്തിപരമായി എനിക്കും ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു വസ്തുത. കാരണം പൊട്ടിപ്പോയ ഒരു മരബാറ്റിൽ ടങ്കീസ് വലിച്ചു കെട്ടിയാണ് ഷട്ടിൽ കളിച്ച കാലഘട്ടം ഞാൻ ഓർക്കുന്നു. നമുക്ക് വലിയ ബാറ്റൊന്നും ഒന്നുണ്ടായിരുന്നില്ല, സാമ്പത്തികമായൊക്കെ വലിയ നിലയിലുള്ള ആളുകളൊന്നും ആയിരുന്നില്ല എന്നുള്ളവർ. പക്ഷെ ആ പൊട്ടിപ്പോയ ബാറ്റുമായി ഇതുപോലെ കോർട്ടൊന്നും ഔപചാരികമായ ആധികാരികമായി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആണ് ഞങ്ങളുടെ തലമുറ ഷട്ടിൽ കളിച്ചത്. അതുപോലെ നിങ്ങളുടെ തലമുറ ഏതെങ്കിലുമൊക്കെ ഗ്രൗണ്ടിൽ പോയി കുട്ടിയും കോലും കളിച്ചത് ആ ഒരു കാലഘട്ടത്തിൽ. ഞങ്ങളുടെ തലമുറ ഏതെങ്കിലും ഒരു ചെറിയ ഇടത്ത് നിന്നുകൊണ്ട് കച്ചി കളിച്ചത് ആ ഒരു കാലഘട്ടത്തിൽ. അത്തരം കൊച്ചു കൊച്ചു ഇടങ്ങളും കൊച്ചു കൊച്ചു കൂട്ടായ്മകളും കൊച്ചു കൊച്ചു സംരംഭങ്ങളുമൊക്കെ മാറി തുരുത്തുകളായി മനുഷ്യൻ മാറിയതുകൊണ്ട് മാത്രമാണ് ഒരു തലമുറ ലഹരിയുടെ വഴിയെ നടന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, അതിന് ഒരു വലിയ മാറ്റമാണ് ഇത്തരം കൂട്ടായ്മ. ഇത്തരം കൂട്ടായ്മകളിലൂടെ വീണ്ടും കായിക വിനോദങ്ങളാണ് ലഹരി എന്നൊരു വലിയ സത്യത്തിലേക്ക് പുതുതലമുറയെയും അതോടൊപ്പം മറ്റുള്ളവരെയും നയിക്കുവാനായി ഒരു വെളിച്ചം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നൽകുവാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു പ്രവൃത്തിയുടെ മഹത്വം. 18 പേർ പങ്കെടുത്തു എന്നുള്ളതല്ല ഇതിന്റെ പ്രത്യേകത. ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ നാം കൊണ്ട് വലിയ ഗ്രൗണ്ടിന്റെ കെട്ടുറപ്പുകളൊന്നുമില്ല. ഇതൊരു തുറന്നിടമാണ്. ഇതിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് തുറന്നു തന്നെ കിടക്കും. ഇനി ഷട്ടിൽ കളിയിൽ നിന്ന് സാധാരണക്കാർ മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം, ഷട്ടിൽ കളി ഇപ്പോൾ ചെലവേറിയതാണ്. കാരണം നമ്മൾ ഫീസ് അടച്ച് ഷട്ടിലിൻ്റെയും ബാറ്റിൻ്റെയും ഒക്കെ വലിയ വിലയും
നമ്മുടെ ഇൻഡോർ കോർട്ടിൽ പ്രാക്ടീസും ഒക്കെ എല്ലാ മനുഷ്യർക്കും താങ്ങും. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ കളിച്ചത് പൊട്ടിയ ബാറ്റിൽ, മരബാറ്റിൽ. നിങ്ങളൊന്നും മരബാറ്റ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവല്ലോ കുഞ്ഞുങ്ങൾ, മരബാറ്റിലെ കളിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൗണ്ട് ഇങ്ങനെ തുറന്നു തന്നെ കിടക്കും. ഈ ഒളിച്ചിരിക്കാതെ വന്ന് തുറന്നു കളിക്കാൻ ഒരു ഇടമായി മാറണമെന്നാണ് എനിക്ക് മിനിയോട് അഭിപ്രായം. അങ്ങനെയുള്ള ഇടങ്ങൾ ഈ ലോകത്തിൽ, ഈ നമ്മുടെ നാടിൽ കൂടുമ്പോൾ മാത്രമാണ് ഒളിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഇത്തരം തുറന്ന ഇടങ്ങളിലേക്ക് വന്നിരുന്ന് ഒന്ന് ഷട്ടിൽ തട്ടുവാനുള്ള മനസ്സിലേക്ക് നമ്മുടെ തലമുറ മാറുകയും. അപ്പൊ അതിനൊരു വലിയ തുടക്കമാണ്, ഒരു വെളിച്ചമാണ് ഇന്ന് മിനിയുടെ 40ാം ഡിവിഷൻ തുടങ്ങിയിരിക്കുന്നത്. അതിലെ മുൻകൈ എടുത്ത എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ യാത്ര തുടരേണ്ടതുണ്ട്. ഇനിയും ഇത്തരം ചെറു ചെറു പോർട്ടുകളും ചെറു ചെറു ഇടങ്ങളും മിനിയുടെ മിനിക്കത് സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. കാരണം കൊച്ചിൻ കോർപ്പറേഷനിൽ ഏത് വാർഡിൽ നിന്നാലും ജയിക്കുന്ന അപൂർവം ആളുകളെ ഉള്ളൂ. അതിലൊരാളാണ് മിനി. കാരണം മിനി 3ാമത്തെ വാർഡിൽ മാറി നിന്ന് വന്നിട്ടും അവിടെ നിന്ന് ജയിച്ചൊരാളാണ്. എൻ്റെ വാർഡിൽ മിനി കൗൺസിലറാണ്. അങ്ങനെയുള്ള ജനകീയ മുഖങ്ങളുള്ള ആളുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുവാൻ, അപ്പോൾ അവരൊക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട്, അതുപോലെ നമ്മുടെ MLA-മാരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം ഇടങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു ലഹരി എന്ന വലിയ വിപത്തിനെ കായികമെന്ന വലിയൊരു വിനോദം കൊണ്ട് തടയുവാനുള്ള ഒരു വലിയ ഒരു ദീപജ്വാലയുടെ തുടക്കമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിജയിച്ച എല്ലാവർക്കും 18 പേര് കളിച്ചു, എല്ലാവരും വിജയിക്കുന്നത് നമുക്കറിയാം. കുറച്ച് പേര് തോൽക്കും. ഈ വിജയത്തെക്കുറിച്ചും തോൽവിയെക്കുറിച്ചും നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ KS രാധാകൃഷ്ണൻ കേട്ടു. അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഒരിക്കൽ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന മദ്രാസ് റെസിഡൻസി കോളേജിലെ കുട്ടികൾ ചോദിച്ചു, സാർ, ഞങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് പോവുകയാണ്, ഞങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നൽകുവാനുള്ളത്? അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരുവാൻ ആവശ്യമായ വിജയങ്ങളും എളിമയിൽ ജീവിക്കുവാൻ ആവശ്യമായ പരാജയങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം ആശംസിച്ചത്. ഒരു വലിയ വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് വിജയവും പരാജയവും ഒന്നും ഒന്നിൻ്റെയും മുന്നോടിയല്ല, പല യാത്രകളുടെയും തുടക്കമാണ്. അപ്പോൾ ജയിച്ചവരും തോറ്റവരും എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് മുന്നേറണം. അതോടൊപ്പം ഒരു ചെറിയ കാര്യം കൂടി, ഷട്ടിൽ കളിക്കുന്നതോട് എനിക്ക് പറയേണ്ടത്, നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടൊന്ന് കളിപ്പിക്കണം. അതോടൊപ്പം വിദ്യാലയങ്ങളിലൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെന്ന് കുട്ടികളെ സംഘടിപ്പിച്ച് അവരെ കളിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടി നിങ്ങളൊക്കെ. കാരണം നിങ്ങൾ ഇവിടെ വന്ന് കളിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധിയിൽ കളിയൊക്കെ നന്നായി അറിയാവുന്ന കുട്ടികളും ആളുകളുമാണ്. അപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ ഇത്തരം ശ്രമങ്ങൾ കുറവാണ്. പലപ്പോഴും അവിടെ പഠനവും കളികൾ തന്നെ പലപ്പോഴും കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ സ്കൂളുകളൊക്കെ തിരഞ്ഞെടുത്ത് അവിടുത്തെ കുട്ടികളെ ഷട്ടിൽ പരിശീലിപ്പിക്കുവാനുള്ള ഒരു ശ്രമം എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾ നടത്തിയാൽ അത് നമ്മുടെ ലഹരിക്കെതിരായ യാത്രയിൽ അതൊരു വലിയ വെളിച്ചമായി. അപ്പോൾ ആ ഒരു കടമ കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ജയിച്ചവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, പരാജയപ്പെട്ടവരെ അതിലേറെ അഭിനന്ദിച്ചുകൊണ്ട്, ഇത്തരം വലിയ മഹത്തായ ഒരു സംരംഭത്തിന് തുടക്കമിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് മിനിയെയും മറ്റു സുഹൃത്തുക്കളെയും നിറഞ്ഞ മനസ്സോടെ ആർദ്രമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി ശ്രീ DG സുരേഷ്. ബഹുമാന്യയായ ഡിവിഷൻ കൗൺസിലർ ഡിഗ്രിയായ മിനിമോൾ, ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറും സാമൂഹ്യ പ്രവർത്തകരുമായ ഷൈജു കളന്തറ, ഈ ഡിവിഷൻ്റെ തന്നെ മുൻ കൗൺസിലറായ ശ്രീ അലക്സ് ബാബുചേട്ടൻ, IPAD രംഗനാഥനും സുരേഷും ഉൾപ്പെടുന്ന ഇതിൻ്റെ സംഘാടകർ, ഇന്ന് നമ്മൾ ലോകം കുറേ മാറിക്കഴിഞ്ഞു. മൊബൈൽ ഫോണ് ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് ഒഴിവാക്കാനാവില്ല. പ്രായമുള്ള ഞാനും 24 മണിക്കൂർ മൊബൈൽ എൻ്റെ കയ്യിലോ എൻ്റെ കൈവശമോ ഇല്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ട പോലെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് മൊബൈൽ ഫോണ് ജീവിതത്തിൻ്റെ ഭാഗമായി. പക്ഷേ മൊബൈൽ ഫോണിൽ ചില കാര്യങ്ങൾ ദോഷം വരുന്നുണ്ട്. അതായത് ആഡിക്ഷൻ. നമുക്കത് തന്നെ നോക്കണം. വാട്സപ്പ് ആര് മെസ്സേജ് അയച്ച് നോക്കണം, ആരാണ് അതിനകത്ത് എന്തെങ്കിലും പുതിയ വിവരം അയച്ചതെന്ന് നോക്കണം. ഇങ്ങനൊരു ആഡിക്ഷൻ സംഭവിക്കുന്നുണ്ട്.
ചെറിയ തോതിൽ എനിക്കും ആ അഡിക്ഷൻ ബാധിച്ചു തുടങ്ങിയോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എനിക്ക് ബാധിച്ചിട്ടുണ്ട്. അത്രയും കാരണം ഗ്രൂപ്പുകൾ 25 ഗ്രൂപ്പ് എനിക്കുണ്ട്. ഏത് ഗ്രൂപ്പിൽ നിന്ന് ഏത് മെസ്സേജ് എന്തിനു വേണ്ടി എനിക്ക് അയച്ചു എന്ന് ഞാൻ നോക്കിയില്ലെങ്കിൽ ഫോണിൽ പിന്നെ പരാതി പറയുന്നു. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കാര്യം അയച്ചതാണ്, നിങ്ങൾ എന്താ അത് പ്രതികരിക്കാത്തത്, നോക്കാതിരുന്നത്, നിങ്ങൾ എന്താ ആ പരിപാടിക്ക് വരാത്തത്. വാട്സപ്പിൽ ക്ഷണം, വാട്സപ്പിൽ മെസ്സേജുകളും ക്ഷണങ്ങളും വരുന്ന കാലത്ത് ആ ക്ഷണം സ്വീകരിക്കാൻ വാട്സപ്പ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ബാധ്യതയും കഴിഞ്ഞു. എനിക്കത് ഒഴിവാക്കാനാവാതെ. ഞാനിത് പറയുന്നത് അഡിക്ഷൻ മൊബൈലിന് മാത്രമല്ല ലഹരിയിലും വരും. കാരണം ലഹരി നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇഷ്ടപ്പെടാതെയും നമുക്ക് പല രൂപത്തിൽ സ്വാധീനിക്കും. ഒരു മിഠായി ചിലപ്പോൾ ലഹരിയുടെ മിഠായി ആയിരിക്കാം, നമുക്കറിയില്ല, നമുക്കത് കഴിക്കേണ്ടി വരും. ആ മിഠായി ലഹരിയാണെന്ന് അറിയാതെ കഴിച്ചിട്ട് ആ മിഠായി ഇനിയും കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. കാരണം ടേസ്റ്റിയാണ്. ഒരു ഐസ്ക്രീമിൽ ലഹരിയിട്ട് ആരെങ്കിലും നമുക്ക് തന്നാൽ നമ്മൾ ആ ഐസ്ക്രീം അറിയാതെ കഴിക്കും. 2-ാം ദിവസം ആ ഐസ്ക്രീം എവിടെ നിന്നാണ് തന്നത്, അതൊന്നും കൂടി കൊള്ളാം, നല്ല ഐസ്ക്രീമാണല്ലോ എന്ന് നമ്മൾ പറയും. ഇത്തരത്തിൽ ആഡിക്ഷൻ ഉണ്ടാവാൻ ലഹരിക്ക് ഭയങ്കരമായ കഴിവുണ്ട്, സ്വാധീനമുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പൊതുജീവിതത്തിൽ നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിയായി ജീവിക്കുമ്പോൾ ബന്ധങ്ങൾ നമുക്ക് അന്യമാകും. ഇത്തരം ആഡിക്ഷനുകളിൽ പെടുമ്പോൾ ഒരു വീട്ടിൽ തന്നെ ബെല്ലടിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രായമുള്ള ആളെ കൊണ്ടാ തുറപ്പിക്കുള്ളൂ. ചെറുപ്പക്കാരും തുറക്കത്തില്ല. ചെറുപ്പക്കാരില്ലാഞ്ഞിട്ടല്ല വീട്ടില്. അമ്മേ ആരോ വന്നിരിക്കുന്നു തോന്നുന്നു, അല്ലെങ്കിൽ അച്ഛ അല്ലെങ്കിൽ ചേട്ടാ, അത്തരത്തിൽ ഇവര് തുറക്കത്തില്ല ചെറുപ്പക്കാർ. കാര്യം വേറൊന്നുമല്ല, അഭിമുഖീകരിക്കണം. ആ വന്നിരിക്കുന്നവൻ എന്ത് പറയുന്നു അതിനൊരു ആൻസർ കൊടുക്കണം. ഈ ആൻസർ കൊടുക്കാനുള്ള വൈമനസ്യം കാരണം ഇത് തുറക്കാൻ തന്നെ മടി. ഞാനൊരു സംഭവം പറയാം. അപ്പൊ നമുക്ക് ഇത് മാറണമെങ്കിൽ, ഇതെല്ലാം ഉണ്ട് ജീവിതത്തിൽ, ഇതെല്ലാം ഭാഗമാണ്, ഞാനീ പറഞ്ഞതൊന്നും ഒഴിവാക്കാനാവില്ല. പക്ഷെ ഇത് മാറണമെങ്കിൽ സ്പോർട്സ് പോലെ, സാംസ്കാരിക കാര്യങ്ങൾ പോലെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ വളരണം. നമുക്കറിയാം, കുട്ടിക്കാലത്ത് ചെറിയൊരു പറമ്പില്, കൊച്ചു പറമ്പില് നമ്മള് മതിലില്ല ഇല്ലേ, മതിലില്ല. ആ മതിലില്ലാത്ത പറമ്പില് ആരുടെയെങ്കിലും വീട്ടിലെ പറമ്പിലാണെങ്കിൽ നമ്മ പോയി കളിക്കും. ഇന്ന് മതില് കെട്ടി എല്ലാവരും, ഇവിടെ മഴക്കാലത്ത് അത് ഡാമായി മാറും, വേനൽക്കാലത്ത് അത് ജയിലായി മാറും. ഈ മതിൽക്കെട്ടുകൾക്കുള്ളിലുള്ള നമ്മൾ പുറത്തിറങ്ങിയാൽ വേറെ ആളുകളോട് സംസാരിക്കാൻ പഠിക്കുന്ന ഈ അവസ്ഥ മാറാൻ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ പൊതു ഇടങ്ങളിലെ സ്പോർട്സ്, അത് മിനിമോളെ ഞാൻ അഭിനന്ദിക്കുന്നു. ആദ്യം ജിമ്മ് തുടങ്ങിയിവിടെ, അതിപ്പോ സ്പോർട്സ് ഗ്രൗണ്ട് കൂടിയായി മാറുന്നു. എന്തെല്ലാം ഈ ഡിവിഷനിൽ ഇതുപോലെ തുറക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഡിവിഷൻ വളരെ നല്ല രീതിയിലുള്ള ലഹരിമുക്ത, ആരോഗ്യമുള്ള, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു തലമുറ ഈ ഡിവിഷനിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാ ആശംസകളും ഇതിനു വേണ്ടി ഞാൻ ഇതിൻ്റെ സംഘാടകർക്ക് നൽകുന്നു. ഈ സ്പോർട്സ് സംഘടിപ്പിച്ച് ഇനിയും പല പല രീതിയിലുള്ള സ്പോർട്സുകൾ പല ആഭിമുഖ്യത്തിൽ നടത്താനുള്ള വേദിയായി ഈ സ്ഥലം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. സംസാരിക്കുന്നതായി അലക്സ്. യോഗ ദീക്ഷ പ്രിയമുള്ള പ്രൊഫസർ മിനിമോൾ, യോഗം ഉദ്ഘാടനം ചെയ്ത ശേഷം കേരള പ്രിയ ഡിപേട്ട, പ്രിയമുള്ള EG സുരേഷ്, ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ KV ബാബു, മറ്റു ജിം കൂട്ടായ്മ അംഗങ്ങളെ, ഈ ടൂർണമെന്റിൽ പങ്കെടുത്ത സ്പോർട്സ് കളിക്കാരെ, പ്രിയ സുഹൃത്തുക്കൾ, ജീവിതമാണ് ലഹരി എന്ന വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ കൂട്ടായ്മ ഇത്തരത്തിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. നമുക്കറിയാം, 18 ടീമുകൾ പങ്കെടുത്തു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ തുടക്കത്തിൽ തന്നെ വലിയ ഒരു കൂട്ടായ്മ ഈ ടൂർണമെന്റ് ഉണ്ടായി. നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. നമ്മുടെ ഇന്നത്തെ കളിസ്ഥലങ്ങളുടെ അവസ്ഥ, എനിക്ക് 2 കുട്ടികളാണ്, എനിക്കും അറിയാവുന്ന ഒരു ചെലവ്. ഇതുപോലുള്ള തുറന്ന
കളിയിടങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കും. മറ്റു അടച്ചുകെട്ടിയ കളിയിടങ്ങളിലേക്ക് പോകണമെങ്കിൽ വലിയൊരു തുക, വലിയൊരു എക്സ്പെൻസ് ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കളിയിടങ്ങൾ ഏറെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ 2-3 പേര് ഒന്നിച്ചിരിക്കുക എന്നത് തന്നെ, ഏറെ സമയം കൂടിയിരിക്കുക എന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ ജിമ്മ് ഉണ്ടായ സമയം മുതൽ ശ്രീ ഐപ്പേട്ടൻ, നമുക്കറിയാം ഞങ്ങളൊരു സീനിയർ നേതാവ് കൂടിയാണ് ശ്രീ ഐപ്പേട്ടൻ. ഈ ഐപ്പേട്ടൻ്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു കൗൺസിലർ രക്ഷകാധികാരി ആണെങ്കിൽ പോലും ഇതിലൊന്നിലും കൗൺസിലർ ഇടപെടാറില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അങ്ങനെ ഒരു ഇടപെട്ടതായിട്ടൊന്നും ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഐപ്പേട്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വരുന്ന എല്ലാവരെയും, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഡിവിഷനിൽപ്പെട്ട ആൾക്കാരൊന്നും അല്ല, എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ ആൾക്കാരാണ് നമ്മുടെ ഡിവിഷനിലുള്ളത്. ഈ പ്രദേശത്തിൻ്റെ, പാലാരിവട്ടം പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിക്കൊണ്ട് ഇവരെയൊക്കെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിചേർത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ ഒക്കേഷനുകളും എല്ലാം ഇവിടെ ഈ കൂട്ടായ്മ ഇതുപോലുള്ള പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. എനിക്ക് ഇത്രയും വലിയൊരു കൂട്ടായ്മയെ അല്ലെങ്കിൽ നയിക്കുന്ന ഒരു നേതൃത്വമുള്ള ഐപ്പേട്ടിലും അതുപോലെ ഐപ്പേട്ടിനൊപ്പം നിൽക്കുന്ന മറ്റു എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇന്ന് അതിൽ വിജയിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന ഏറെ ബഹുമാനായ ബാബുശ്ശേരിയെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം രണ്ടുപേർക്ക് ആശംസകൾ. അധ്യക്ഷ ഡിവിഷൻ കൗൺസിൽ DK മിനിമോൾ, ഈ വേദിയിലിരിക്കുന്ന വിവിധ സംരംഭങ്ങളുടെ നേതാക്കളായ എൻ്റെ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയമുള്ള കായിക താരങ്ങൾ, 18 ദിവസമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഇവിടെ നമ്മുടെ പ്രിയ ഐപ്പേട്ടിൻ്റെ നേതൃത്വത്തിൽ ടൂർണമെൻറ്റ് നടത്തുകയും അതിൻ്റെ വിജയികളെ ഇന്ന് രാവിലത്തെ കളിയിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. സമ്മാനദാനം നൽകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സംരംഭത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും ഞാൻ ഒറ്റവാക്കിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതാണ് നിങ്ങളുടെ ലഹരി. ഈ ലഹരിയിലേക്ക് ഒത്തിരി പേരെ, ഒത്തിരി കായിക താരങ്ങൾ, ഒത്തിരി കുട്ടികളെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ തന്നെ 50% യുവാക്കളുടെ ലഹരി ഉപയോഗം നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, ബെന്നിച്ചേട്ടൻ MLA ആയിരുന്ന കാലത്ത് ഇന്റർ സ്കൂൾ മീറ്റ് എന്ന് പറഞ്ഞ് ഒരു ഫുട്ബോൾ സംരംഭം നടത്തുകയുണ്ടായി. എല്ലാ സ്കൂളുകളിലെയും ടീമുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തി. അത് പിന്നെ PT ഏറ്റെടുത്ത് 2 കൊല്ലം PTയും നടത്തി. അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് ഇന്ന് മിനിമോൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഫോളോപ്പ് ചെയ്ത് വളരെയധികം വിജയകരമായി നടത്തുവാൻ മിനിമോൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. സമ്മാനം കിട്ടിയവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അതുകൊണ്ട് സമ്മാനം കിട്ടാത്തവർ, സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, സമ്മാനം കിട്ടാത്തവർ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സമ്മാനം കിട്ടുകയുള്ളൂ. അപ്പോൾ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. എല്ലാ ഇതേപോലുള്ള ടൂർണമെൻറ്റുകളിൽ എല്ലാവരും പങ്കെടുത്ത് ആ ടൂർണമെൻറ്റ് വിജയിപ്പിക്കുക, നിങ്ങളും വിജയം കണ്ടെത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിന് പബ്ലിസിറ്റി കൺവീനറായിരുന്ന സനൽ ആശംസ അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ ആരെങ്കിലും ആശംസ അറിയിക്കാൻ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടിയ ആൾക്കാരെ കൊണ്ട് ഒരു ആശംസ അല്ലേ? ഫസ്റ്റ് പ്രൈസ് സമ്മാനം കൊടുത്തതിന് ശേഷം അല്ലേ? അപ്പോൾ സമ്മാനദാനമായിട്ട് ആൻഡ് ആദർശ് ഇവർക്ക് കിട്ടുന്നത് 1001 രൂപയും അതുപോലെ തന്നെ ട്രോഫിയുമാണ്. ആദർശൻ ജോൻ ത്തിന്റെ മുഹൂർത്തം തന്നെയാണ്. കാരണം നമ്മൾ വഴിയിൽ കാണുന്ന കുട്ടികൾ ഇന്നിവിടെ വന്നിട്ട് ഈ രീതിയിൽ നമ്മൾ സമ്മാനം വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട്
ഇവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ട്രോഫിയും അതോടൊപ്പം തന്നെ 1001 രൂപ ക്യാഷ് പ്രൈസുമാണ്. ഇതിൽ അണ്ടർ 18 ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ജോവാൻ ആൻഡ് സംഗീതാണ്. ഇതിന്റെ ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തത് നമ്മളുടെ ഇവിടെ തന്നെ ജിമ്മിലെ കൂട്ടായ്മയിൽ വന്ന് നമ്മളോടൊപ്പം സഹകരിക്കുന്ന നിതിൻ. നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്ക് 2001 രൂപയും അതുപോലെ തന്നെ ട്രോഫിയുമാണ് ഇവർ നേടിയിരിക്കുന്നത്. സംഗീത് അവർ ജോവാൻ. ഇവർ രണ്ടുപേരും സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സംഗീത് ജോവാൻ സംഗീത സീനിയേഴ്സ് മത്സരത്തിൽ നമ്മൾ 18 പേര് മാറ്റിവെച്ചിരുന്നു. അതിൽ തന്നെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടുള്ള ടീമുകൾ തന്നെയാണ് ഈ പ്രാവശ്യം നമുക്കിവിടെ വിജയം വരിച്ചത്. അതില് ലൂസേഴ്സ് ഫൈനലിൽ വിജയം വരിച്ച് 3rd പ്രൈസ് നേടിയ ജിനിൽ ആൻഡ് വിവേക് ടീമിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അവർക്ക് ട്രോഫിയും അതോടൊപ്പം തന്നെ 1001 രൂപ ക്യാഷ് അവാർഡും നമ്മൾ കൊടുക്കുകയാണ്. അതിന് സുരേഷ് ചേട്ടനെയും എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈ ട്രോഫി കൊടുക്കുന്നതിന്. നല്ലൊരു കൈയടി കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിൽ തീപാർന്ന മത്സരങ്ങൾ നമ്മളിവിടെ നടത്തി നമുക്ക് നല്ല രീതിയിൽ വിജയിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഇവരുടെയൊക്കെ സഹകരണവും സാന്നിധ്യം ഇനി ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ലൊരു കൈയടി കൊടുത്ത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. പൊരുതി തോറ്റുവന്നല്ല, പൊരുതി വിജയിച്ച് 2ാം സ്ഥാനത്തെത്തിയ നമ്മളുടെ സീനിയർ ടീമിന്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ 2 കുട്ടികളുണ്ട്. അലൻ പെൻസിനർ, റിബൽ ക്രിസ്റ്റോ. അവർക്ക് കിട്ടുന്നത് 2001 രൂപയും ട്രോഫിയും. ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം എടുത്ത് പറഞ്ഞു, കഴിഞ്ഞ 1 വർഷമായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് 2 പേരും കളിയില്ല, കളി നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അവര് 1 വർഷത്തോളം കളി നിർത്തിവെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇത്രയും നല്ലൊരു പ്രകടനം നമുക്ക് കാഴ്ചവെച്ചു. അപ്പോൾ വരും കാലങ്ങളിൽ അവർക്ക് നല്ലൊരു വിജയം കൂടി നമ്മൾ നേർന്നുകൊണ്ട് ഈ ട്രോഫി നൽകുന്നതിന് നമ്മളുടെ പ്രിയപ്പെട്ട ഷൈജോടിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം എല്ലാവരെയും അലക്സാണ്ടറേയും ബാബുടനെയും സുരേഷേട്ടനെ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നല്ല അടിപൊളി മത്സരം നമുക്ക് കാഴ്ചവെച്ച ഫസ്റ്റ് പ്രൈസ് നേടിയ നമ്മളുടെ അലൻ ജോർജ് അതുപോലെ തന്നെ ബിജു ആണ്. അടുത്ത ആദ്യമായി ഞാൻ നന്ദി പറയാനാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡിവിഷൻ 40ാം ഡിവിഷൻ മാമംഗലം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2025 എന്ന ഒരു വലിയൊരു വേദി ഞങ്ങൾക്കായി തന്ന ശ്രീ മിനിമോൾ അവറുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ആശംസകളും ഈ സമ്മാനങ്ങളും വിതരണം ചെയ്ത വേദിയിലുള്ള മറ്റ് മാന്യ വ്യക്തികളെ ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയാൻ എനിക്ക് കുറേ പേരുണ്ട്. നമ്മുടെ കൺവീനർ, അതായത് ടൂർണമെന്റ് ഇത്രയും സക്സസ് ആയിട്ട് നടത്തിയതിനും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കംഫർട്ട് നോക്കിയും മറ്റെല്ലാം നോക്കിയും ഞങ്ങൾക്ക് ഇത്ര നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ കാരണമായി നിന്ന കൺവീനർ അംഗങ്ങൾ എല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എന്നെക്കാൾ വീറും വാശിയുണ്ടായിരുന്ന വേറൊരു വ്യക്തി ഉണ്ടായി ഇവിടെ, എൻ്റെ ചാച്ചയുടെ ആ വാശി കാരണം എനിക്കൊരു പ്രചോദനമായി എടുത്താണ് എനിക്ക് ഈ ടൂർണമെന്റ് വിജയിക്കാൻ സാധിച്ചതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറും എൻ്റെ ഫാനുമായ എൻ്റെ ചാച്ചയ്ക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേരാൻ പറ്റാതെ എൻ്റെ വർക്കിന് പോയ എൻ്റെ ഒരു പാർട്ട്ണർ ബിജു ചേട്ടനാണ് എൻ്റെ കുറവുകളും മറ്റും കൂടെ നിന്ന് മാറ്റിയെടുത്ത് എന്നെ വിജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ബിജു ചേട്ടന് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ ഓഡിയൻസ്, അതായത് എൻ്റെ എല്ലാവരും എനിക്ക് ഇത്രയും നല്ല സപ്പോർട്ട് തന്ന് ഓരോ പോയിന്റ് എടുക്കുമ്പോഴും എൻ്റെ കൂടെ കൈയടിച്ചും എന്നെ ഉയർത്തിയും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഈ ഓഡിയൻസ്, അതായത് ഞാൻ എല്ലാവരും എടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഞാൻ എൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് ഞാൻ കാണുന്നു. പിന്നെ നമ്മുടെ റെഫറി രാവിലെ തന്നെ വന്ന് നമ്മുടെ കൂടെ കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് ഒക്കെ ചെയ്ത് നമുക്ക് കൂടെ നിന്ന് ഈ ടൂർണമെന്റ് നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ച റെഫറിക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ ഇതിൽ സെക്കൻഡ് മേടിച്ച
അലൻ ബ്രിസ്റ്റോ 2 വാക്ക്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. സീനിയറുകൾക്ക് സെക്കൻഡ് കിട്ടിയോണ്ട് സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ടൂർണമെൻറ്റിലൂടെ നടത്തിയ കളിക്കും നല്ലൊരു അറേഞ്ച്മെൻറ്റ് എല്ലാം അടിപൊളിയായിട്ട്. പിന്നെ സപ്പോർട്ടും ഓഡിയൻസും എല്ലാവരും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ടൂർണമെൻറ്റ് നടത്തിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. കൂടെ നിന്ന് സപ്പോർട്ടേഴ്സ് എല്ലാവർക്കും താങ്ക്സ്. നല്ല ഇനി ടൂർണമെന്റ്സ് നടക്കട്ടെ. നമ്മളുടെ സീനിയേഴ്സിൻ്റെ ഇതിൽ 3rd പ്രൈസ് വിൻ ചെയ്ത ജിനിൽ. അതോടൊപ്പം ഒരു കാര്യം, നമ്മളുടെ ഇവിടെ ഈ മാച്ച് വളരെ നല്ല രീതിയിൽ നമ്മളോടൊപ്പം നിന്ന് നിയന്ത്രിക്കുകയും എല്ലാവിധ സൗകര്യങ്ങളും മാച്ചിന് വേണ്ട ചെയ്ത നമ്മളുടെ റെഫറി ഉണ്ട് ജയകൃഷ്ണൻ, അല്ലേ? ജയകൃഷ്ണന് നമ്മളുടെ എല്ലാവരുടെയും പേര് ജിം കൂട്ടായ്മയുടെയും ഈ ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിൽ നല്ലൊരു നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 വാക്ക് സംസാരിക്കാൻ ജിനില്ല. നല്ല രീതിയിൽ ജീവിച്ച് അടിപൊളിയായി പോവാം. എന്തായാലും എൻ്റെ കൂടെ കളിച്ച എല്ലാവർക്കും എൻ്റെ അത്രേ പറയാനുള്ളൂ. ഇതേപോലെ ഇനി ടൂർണമെൻറ്റ് നടക്കണം, എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. ഇതേപോലെ മെയിൻ അംഗങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടായതിന് നന്ദി. നമ്മളുടെ ആദർശും പോസ്റ്റും ഉണ്ട്. അതിൽ പോസ്റ്റിനെ എത്തിയിട്ടില്ല, ആദർശുണ്ട്. ആദർശ് 2 വാക്ക്. നമ്മൾ ഇതിൻ്റെ അകത്ത് ജൂനിയേഴ്സ് ടീമിന്റെ ഫസ്റ്റ് പ്രൈസ് നേടിയ സംഗീതിനെയും ജോവാനെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കാൻ. അതോടൊപ്പം തന്നെ ജോവാൻ ഈ അടുത്തിടെയാണ് ഞങ്ങൾ മനസ്സിലാക്കി ജോവാൻ നല്ലൊരു പാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ ജോവാന്റെ ഒരു പാട്ടും ഒപ്പം ഉണ്ടാവുന്നതാണ്. സംഗീതം ജോവാൻ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. 40ാം ഡിവിഷൻ ഈ ടൂർണമെന്റ് നടത്തിയെന്ന സന്തോഷം. താങ്ക് യു ഓൾ. നമ്മൾ ഈ ജയിച്ച നിങ്ങൾ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുണ്ടെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഈ അവസരം തന്നെ താങ്ക് യു. കുറേ നാളായി ശേഷമാണ് ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുന്നത്. പണ്ട് കളിക്കുമായിരുന്നു, ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കുന്നത്. ഇത്രയും നന്നായിട്ട് കളിക്കാൻ നിങ്ങൾ തന്ന അവസരത്തിന് താങ്ക് യു. ഇവിടെ ഇത്രയും നന്നായിട്ട് ബാഡ്മിൻ്റൺ നടത്തി സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ മനസ്സിൽ നിന്നും ഹൃദയപൂർവ്വമായി നന്ദി പറയുന്നു. അത് മാത്രമല്ല, കളി കാണാൻ വന്നവരും ഞങ്ങളുടെ ഒപ്പോണൻസ് ആയാലും എല്ലാവരും കൂടി ചേർന്നാണ് ഇത് ഇത്ര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കളിയൊക്കെ മാറ്റിയത്. എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ അച്ഛനാണ്. ഞാനിവിടെ വന്നിട്ട് ഒരു 2-3 മാസമായിട്ടുള്ളൂ. എൻ്റെ അച്ഛന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഇനി അടുത്ത ടൂർണമെന്റ് വരുമ്പോൾ ഇതിനെക്കാട്ടി വളരെയധികം മെച്ചപ്പെട്ട കളി കളിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താം നീ എന്ന നാമം പൊരുളേ. എൻ്റെ മുൾപാതയിൽ ഉൾപ്പൂ നീ തൂക്കിയിടുന്നു. എൻ്റെ കണ്ണീർ കണം തൂവാല പോൽ മായ്ക്കുന്നു. ഉയരും നാഥനേ, ഉലകിൻ നാദീരുളിൻ വീതിയിൽ തിരിയാ നീ വരൂ. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് വാശിയേറിയ മത്സരത്തിനുള്ള 1ാം സമ്മാനം അതുപോലെ തന്നെ 2ാം സമ്മാനവും എല്ലാം തന്നെ നമുക്ക് സ്പോൺസർ ചെയ്തത് ഹോട്ടൽ വൃന്ദാവൻ പാലാരിവട്ടം, അതുപോലെ തന്നെ ശ്രീ തോമസ് NIFT. നമ്മളുടെ പരിപാടി സമാപനത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മൾ കലേശിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.
ഇത്ര മനോഹരമായ നല്ലൊരു പാട്ട് നമുക്ക് ജോവാനോടെ പാടി. അപ്പൊ ജോവാന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ജോവാനെ എല്ലാ ദിവസവും കൊണ്ടുവിടുന്ന ജോവാന്റെ അച്ഛൻ റവറന്റ് ഫാദർ, അദ്ദേഹം കാക്കനാട് പള്ളിയിലെ വികാരിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ രണ്ടു വാക്ക് സംസാരിക്കാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുന്നതിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ കുപ്പായൊക്കെ ഇട്ടുകൊണ്ട് വന്നേനെ. ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ സമയത്താണ് ഈ പ്രത്യേകമായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജിമ്മേറ്റും അതുപോലെ തന്നെ ഈ ബാഡ്മിൻ്റൺ കോർട്ടും ഒക്കെ എൻ്റെ ജീവിതത്തിലൊരു പുതിയ ഉന്മേഷം തന്നതായിട്ടുള്ള ഒരു സംരംഭമാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 എൻ്റെ മോനെ കൂട്ടി ഇവിടെ കളിക്കാനായിട്ട് വരാറുണ്ട്. അവനും ഒരു സന്തോഷമാണ്. അവന് കുറേ നാളുകൾക്ക് ശേഷമാണ് ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട്, പ്രത്യേകിച്ച് അവസരമില്ലാത്തതുകൊണ്ടാണ് അവന് അത് സാധിക്കാതിരുന്നത്. എന്നാൽ അവന് ഒരവസരം നൽകി എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഔപചാരികതകളൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കുന്നതായിട്ടൊരു വേദിയാണ് ഇതെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത്. മത, വർഗ, രാഷ്ട്രീയ, വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്നതായിട്ടൊരു സംരംഭം എന്നുള്ള നിലയിൽ ഇത് വളരെയധികം വിജയകരമായിട്ട് പോകുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എല്ലാവരും അംഗീകരിക്കുകയും എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ലൊരു അനുരഞ്ജനത്തിൻ്റെ വേദിയായിട്ടാണ് നമ്മുടെ ഈ കുട്ടികളും ഞാൻ ഈ സമയത്ത് നേരുന്നു. ഇത് സംഘാടകരെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ഒരേ മനസ്സോടെ ഇത് സംഘടിപ്പിക്കാനായിട്ട് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. എല്ലാ ഭാവുകങ്ങളും ആശംസകളും എല്ലാവർക്കും നേരുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മളുടെ ഫസ്റ്റ് പ്രൈസ് നേടിയ അലന്റെ ഒപ്പമുള്ള പാട്ടാണ് നമ്മളെ ബീച്ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വർക്കുമായിട്ട് പോയതായിരുന്നു, വന്നിട്ടുണ്ട്. ബീച്ചേട്ടൻ വേദിയിലേക്ക് കടന്നു വരിക, രണ്ടു വാക്ക് സംസാരിക്കുക. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രൈസിന്റെ സന്തോഷം. ഇത് ഈ മൈക്ക് സംസാരിച്ചാൽ ഒരു ശീലമില്ല, കളിച്ചൊക്കെ ശീലമുണ്ട്. താങ്ക് യു. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഒപ്പം നമ്മളോടൊപ്പം ഇവിടെ എല്ലാത്തിലും നമ്മളൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരേ ഒരു ജാൻസി റാണിയാണ്, നമ്മുടെ ഷീജ. അപ്പോൾ ഷീജ ഇതിനൊപ്പം നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിന്നുകൊണ്ട് നമ്മളോടൊപ്പം ഉള്ളതാണ്. അപ്പോൾ ഷീജയെ സ്നേഹത്തോടെ ഈ ഒരു സമയത്ത് ഒന്ന് ഓർക്കുകയാണ്. നമ്മുടെ ടൂർണമെന്റ് വളരെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നന്ദി. അതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്ന കളിക്കാനായി പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും നന്നായി കളിച്ചു. നല്ലൊരു ഗെയിം ഇവിടെ നടന്നു. ഇത് കാണാൻ എൻ്റെ ഫൈനലിൽ എൻ്റെ ചെക്കൻ വന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, കേശു. അവ വന്നില്ല. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി, മിനിമൽ മേഡത്തിനോട് വെക്കണം, ഇനി അടുത്ത ടൂർണമെൻറ്റ് നടത്തുമ്പോൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കൂടി വെക്കണം. കാര്യം അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാത്തതിൽ വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും നന്നായിട്ട് ഉണ്ടാവും. പിന്നെ വിന്നേഴ്സ് ഒന്ന് പേടിച്ചോളൂ, ജിമ്മേറ്റ്സിൽ നിന്ന് ഞങ്ങളുണ്ടാവും നിങ്ങൾക്ക് എതിരാളികളായിട്ട്. ഇവിടെ ശക്തമായ ട്രെയിനിങ് നടക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ട്രോഫി പുറത്തോട്ട് പോകില്ല, ഇവിടെ തന്നെ ഞങ്ങൾ അടിക്കുന്ന ആള്. അച്ഛനൊക്കെ സൂക്ഷിച്ചോട്ടാ, പുറത്ത് നാളെ കൊണ്ടുവരുമ്പോ. ഇല്ല, നല്ല മത്സരങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇനിയും നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി ഐപാഡിനെ ക്ഷണിക്കുന്നു. ജിംനേഷ്യം കൂട്ടായ്മയിലെയും അതേപോലെ തന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ കൂട്ടായ്മയിലെയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കായിക കലാ പ്രേമികളെ, ആദ്യമായി എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇതൊരു മഹാസംരംഭമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യം. ഞാനത് പറയാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇരട്ടയിലെ വെള്ളം ഉറുമ്പിന് സമുദ്രം എന്ന പോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മഹത്തായ സംരംഭമായിരുന്നു. 6 ദിവസം നീണ്ടുനിന്ന ബാഡ്മിൻ്റൺ മത്സരമാണ് ഇന്ന് കലാശക്കൊട്ടോടുകൂടി പര്യവസാനിച്ചത്. ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിനും ഇതിൻ്റെ കൂടെ നടത്താൻ നമുക്ക് സാധിക്കും.
നമ്മുടെ യുവജനങ്ങളെ നേർവഴിക്ക് തിരിക്കുന്നതിന് മിനിമോളുടെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ഈ സംഘത്തിന് സാധിക്കും എന്ന ആത്മവിശ്വാസവും ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പാത വളരെ വ്യക്തതയുള്ളതാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല് ഊന്നിക്കൊണ്ട് അതിലുറച്ചു നിന്നുകൊണ്ട് പൊതുവായ തീരുമാനങ്ങളും പൊതുവായ ചർച്ചയും ആ ചർച്ചയിൽ കൂടെ ഉടലെടുക്കുന്ന തീരുമാനങ്ങളും നാം നമ്മുടെ ആദർശങ്ങളായി കണക്കാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിജയം ഉണ്ടാകുന്നത്. എവിടെയെങ്കിലും ഒരു വ്യതിരിക്തത, ഒരു അപരേഷൻ വന്നാൽ ചൂണ്ടിക്കാണിക്കും ഞാൻ. പലർക്കും ചിലർക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞേക്കാം എങ്കിൽ പോലും. കാരണം നമ്മൾ പൊതുവായ തീരുമാനത്തിനും പൊതുവായ ചിന്തയ്ക്കും പൊതുവായ ചർച്ചയ്ക്കും ശേഷം മാത്രമേ ഒരു തീരുമാനമായി മുന്നോട്ട് പോകാവൂ എന്നെനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ നിർബന്ധം നിങ്ങളെല്ലാം ശിരസ വഹിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് കൈവരിച്ച ഒരു മഹാ നേട്ടമാണ് ഇന്ന് ഇവിടെ സഫലമായത്. ജിംനേഷ്യം മാത്രമുണ്ടായിരുന്നു. കൂടെ നമ്മൾ ബാഡ്മിൻ്റൺ കോർട്ട് സ്ഥാപിച്ചു. അതിന് വേണ്ടത്ര വെള്ളവും വെളിച്ചവും തന്നു എന്ന് പറഞ്ഞതുപോലെ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും സാന്നിധ്യവും ഉറപ്പാക്കിക്കൊണ്ട് മിനിമോള് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ സഹായം ഇനിയും തുടരും എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം ഇതിന് വിജയിപ്പിച്ച സർവ്വ ആൾക്കാരോടും നന്ദി പറയേണ്ടതുണ്ട്. ആദ്യമായി എൻ്റെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീമതി മിനിമോൾക്ക് ഞാൻ നന്ദി പറയുന്നു. തുടക്കം മുതൽ ഞാൻ സൂചിപ്പിച്ചു മുൻപ് ജിംനേഷ്യം തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ ഉദ്ഘാടനത്തിന് മുൻപും ഇത് ഈ രീതിയിൽ ടൈലിട്ട് ശരിയാക്കുന്ന കാര്യത്തിൽ അവർ വഹിച്ച പങ്ക്. അപ്പം അതേപോലെ ഹൈബീഡിൻ്റെ ഇനീഷ്യേറ്റീവിൽ തുടങ്ങിയ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ടിൽ നിന്നും നടത്തിയ ഈ സംരംഭം ഇതായിരുന്നു എൻ്റെ തുടക്കം എന്ന് നിങ്ങൾക്കറിയാം. ആ തുടക്കം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്ഥാനം വരെയും മിനിമോള് സഹായിച്ചു എന്ന് മാത്രമല്ല, സാന്നിധ്യം ഉണ്ടായി എന്ന് മാത്രമല്ല, എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അവർക്ക് നന്ദി പറയുകയാണ്. പിന്നെ ഇവിടെ സന്നിഹിതനായി നമ്മൾ സംസാരിച്ച ഷൈജു കേളന്തറ മിനിമോൾ സൂചിപ്പിച്ചതുപോലെ ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെതായ ആ സംഭാവനകൾ നൽകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അഴിമതിക്കെതിരെ നിൽക്കുന്ന ആളെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ആത്മാർത്ഥമായ പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയ്ക്ക് ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആ ഒരു ആശംസയും നന്ദി ഹൃദയപൂർവ്വം ഞാൻ തരികയാണ്. അടുത്തതായി DG സുരേഷ് ഞങ്ങൾ വളരെ കാലം മുൻപ് തന്നെ, ഞാൻ പാലാരിവട്ടം മേഖലാ കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അന്ന് മുതലല്ല, അതിനു മുൻപും ഞാൻ എൻ്റെ ഒരു അസോസിയേഷൻ്റെ മില്ലിയനീർ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു നീണ്ട 10 വർഷക്കാലം. ആ സമയങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്കുള്ള സൗഹാർദ്ദം നിലനിന്നിരുന്നു, ഇപ്പോഴും ഉണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ മുൻപ് സംശയം പറഞ്ഞ പോലെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വളരെ സജീവമാണ്. അപ്പോൾ എന്തെങ്കിലും ന്യൂസ് വന്നാൽ അപ്പോൾ ഉള്ളി വായിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മറുപടി ഇടും. ആ നിലയ്ക്ക് സജീവമായി നിൽക്കുന്ന പൊതുപ്രവർത്തനത്തിൽ, സാമൂഹ്യ പ്രവർത്തനത്തിൽ, അതുപോലെ കൃഷിയിൽ ഒക്കെ സജീവമായി നിൽക്കുന്ന ശ്രീ സുരേഷിനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സംസാരിച്ചു പോയ അലക്സ് ജോസഫ് മുൻ കൗൺസിലറായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഒരു കാര്യക്ഷമമായ പ്രവർത്തനം ഈ ഡിവിഷൻ നടന്നിരുന്നു. അതിനു മുൻപ് മിനിമോളായിരുന്നു കൗൺസിലർ. അവരുടെ പ്രവർത്തനത്തെ തുടർന്നാണ് അലക്സ് വന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെ പ്രവർത്തനങ്ങളുടെ മികവ് ഉണ്ടായതുകൊണ്ടാണ് മൂന്നാമതും മിനിമോളും ഇവിടെ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു ഊഴമാണ് മിനിമോളിന് ഈ കോർപ്പറേഷൻ സ്ഥാനത്ത്. അപ്പോൾ ആ അലക്സ് ജോസഫിന്, മിനിമോൾക്കല്ല അലക്സ് ജോസഫിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. നമ്മളെ അടുത്തിരിക്കുന്ന ബാബു ഒരു പൊതു പ്രവർത്തകനാണ്. എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും നമ്മളെയൊക്കെ അങ്ങനെ സഹായിക്കുകയും എല്ലാവരെയും സഹായിക്കുകയും
കക്ഷി രാഷ്ട്രീയ മുഖം നോക്കാതെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ എത്തിപ്പെട്ട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയാവുന്ന രീതിയിൽ എന്നോട് കൂടി നമ്മുടെ റഫറിയായിട്ട് കൂടെ വർക്ക് ചെയ്ത നല്ല മികവുള്ള ഒരു റഫറിയായിട്ട് വർക്ക് ചെയ്ത ജയകൃഷ്ണൻ നന്ദി പറയുന്നു. ജയകൃഷ്ണനോട് സന്നിഹിതനാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ സ്പോൺസർ ചെയ്ത വൃന്ദാവൻ ഹോട്ടൽ, അതുപോലെ NIA സുരേഷ് സൂചിപ്പിച്ചതാണ്. അവർക്ക് നമ്മൾ ഈ വേദിയിൽ വെച്ച് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറേ അധികം ആൾക്കാരാണ്. അവരുടെ പേരെടുത്തു പറഞ്ഞാൽ രംഗനാഥൻ, അനിൽ തോമസ്, സുരേഷ് ബാബു, കലേഷ്, സലിം ബാബു, ഷീജ, രജനീഷ്, അങ്ങനെ അത് നീണ്ടുപോകും. ഞാൻ അവരുടെ പേരെല്ലാം എടുത്തു പറയുന്നില്ല, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശിവദാസൻ എന്ന് തുടങ്ങി നിരവധി ആൾക്കാരുണ്ട്. ഇവരൊക്കെ അതിൻ്റെ മുൻനിരയിലാണ്. അപ്പോൾ അവരുടെയൊക്കെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് ജയിച്ചത്. അപ്പോൾ നിർലോഭമായി സഹകരിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും എൻ്റെ ഈ നിലപാടിന് പ്രോത്സാഹനം തരികയും ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും, അതേപോലെ തന്നെ സന്നിഹിതരാകാൻ സാധിക്കാത്തവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയധികം നന്നായി നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ള നമ്മുടെ കൂട്ടായ്മയുടെ തന്നെ ഒരു മികവാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും വലിയ പ്രൈസ് മണിയോടുകൂടി ഇതിലും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ജിമ്മേറ്റ്സ് തയ്യാറാണെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവും അറിയാം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചെറിയൊരു ജിമ്മേറ്റ്സ് കൂട്ടായ്മയുടെ ചെറിയൊരു അപേക്ഷയും കൂടെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഷൈജു സാറുണ്ട്, മിനിമോളുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. നമുക്കിവിടെ ഈ കളിക്കുന്ന സ്ഥലത്ത് നമുക്ക് KSEBയുടെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും 2 ലൈറ്റ് ഈ കോർട്ടിലേക്ക് കിട്ടി. കോർപ്പറേഷനും KSEB കൂടെ രണ്ടുപേരുണ്ടല്ലോ. ഒരു ലൈറ്റ്, 2 ലൈറ്റ് ആ സൈഡിൽ നിന്ന് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് ചെയ്തു തന്നാൽ വളരെ നന്നായിരിക്കും എന്ന് ഞങ്ങൾ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ നിങ്ങളുടെ ഒരു ഇതുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ. ഈ നമ്മുടെ ഇപ്പോഴത്തെ ടൈം സ്ലോട്ട് വെച്ചിട്ട് രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന കളി 7 മണി വരെ ഉണ്ട്. ആ സമയത്താണ് കാറ്റ് പുറത്തിരിക്കുന്നത്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അപ്പം നമുക്കത് ആ ലൈറ്റ് ഇട്ട് കളിക്കാൻ പറ്റുന്ന പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് രാത്രി കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ടീമുകളിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, കൂടുതൽ കുട്ടികൾക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ടാണ് അത് ഒന്ന് പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ മത്സരത്തിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള ഓപ്പൺ സ്റ്റേജും അത്യാവശ്യം ലൈറ്റിംഗ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. കുറച്ചും കൂടി ജിമ്മിൻ്റെ ഉപകരണങ്ങളും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ മത്സരം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഓണാഘോഷത്തിന് മുമ്പ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 15 വർഷം ഒക്കെ മുൻപ് നമ്മുടെ എല്ലായിടങ്ങളിലും പൊതുകളിയിടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. കാലിയായി കിടന്ന പറമ്പുകളൊക്കെ നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ കളിച്ചു വളർന്ന ഒരു നാടായിരുന്നു നമ്മുടേത്. പക്ഷേ മൊബൈലൊക്കെ വന്നതിന് ശേഷം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാതെ മനസ്സിൽ കാട് വളർന്നതുപോലെ തന്നെ ഇത്തരം കളിയിടങ്ങളൊക്കെ ആളുകൾ കെട്ടിയെടുക്കുകയും അവിടെയും കാട് പിടിക്കുന്നൊരവസ്ഥ വന്നിരുന്നു. ആ ഒരവസ്ഥയാണ് മനുഷ്യൻ തുരുത്തുകളായി മാറുവാനും ആ തുരുത്തുകളായി മാറിയ മനുഷ്യനാണ് പതിയെ അവൻ്റെ ജീവിതത്തിന് ആനന്ദത്തിന് വേണ്ടി ലഹരിയിലേക്ക് തിരിഞ്ഞതുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഇന്നിവിടെ
തുടക്കം കുറിച്ച ഇത്തരം പൊതു കളിയിടങ്ങൾ, ഓപ്പൺ പൊതു കളിയിടങ്ങൾ ഒരു വലിയ പരിഹാരമാണ്. ഇത്തരം പൊതു കളിയിടങ്ങൾ പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തുടങ്ങുക എന്നുള്ളതാണ് ഈ ലഹരിക്കെതിരായി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മ എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് വി കെ മിനിമോളും അതോടൊപ്പം ജിമ്മേറ്റ്സ് എന്ന കൂട്ടായ്മയും ഇവിടെ നടത്തിയ ഈ ഷട്ടിൽ ടൂർണമെൻറ്റ്, ഓപ്പൺ ഷട്ടിൽ ടൂർണമെൻറ്റ് റോഡ് സൈഡിലുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഇത് ചെയ്തത്. ഇതൊരു വലിയ മാതൃകയാണ്. ഇത്തരമൊരു കളിയിടങ്ങൾ ഇനിയും വർദ്ധിപ്പിച്ച് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ, കാട് കയറിയ ഇടങ്ങളിലൊക്കെ ഭരണാധികാരികളുടെ കൂടി പരിശ്രമത്താൽ ഇത്തരം ഗ്രൗണ്ടുകളും ഒക്കെ തുടങ്ങി വരുമ്പോൾ നമ്മുടെ തലമുറ വീണ്ടും കളിയെന്ന ഒരു ലഹരിയിലേക്ക്, കായികമെന്ന വിനോദത്തിലേക്ക് തിരിച്ചു വരികയും ലഹരിയുടെ വലിയ വിപത്തിൽ നിന്ന് കുറച്ചു പേരെയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കുവാനും കഴിയുമെന്നുള്ളത് ഒരു വലിയ സന്ദേശമാണ് ഈ ഓപ്പൺ ഗ്രൗണ്ട് നമുക്ക് നൽകുന്നത്.